സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേഷനാണ് കേട്ടോ. ഇൻ്റഗ്രേഷനാണ്. ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഇൻ്റഗ്രൽ കാൽക്കുലസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത്. നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന ഡെറിവേറ്റീവ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡെറിവേറ്റീവ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ ഫങ്ഷൻസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സ്മോൾ എഫ് ഓഫ് എക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, അതാദ്യമേ മനസ്സിലാക്കാം. അതായത് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ, അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? ഇൻ്റഗ്രേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സിനെയാണ് ഏത് പേരിട്ട് വിളിക്കുക? ഇൻ്റഗ്രേഷൻ. അതാദ്യമേ മനസ്സിലാക്കുക. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ. എന്താണ്? റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ. ഓക്കെ, ഡിഫറൻഷിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ശ്രദ്ധിച്ചിരിക്കുക. ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി ആയിരിക്കും. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഡെറിവേറ്റീവ്സ് എല്ലാ ഫംഗ്ഷൻസിൻ്റെയും പഠിച്ചു. അതറിയാമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻ്റഗ്രേഷൻ എളുപ്പമായിട്ട് വരും. ഓക്കെ, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 6² ആണ്. ശരിയാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അതായത് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സ്മോൾ എഫ് ഓഫ് എക്സ്, മറ്റൊരു ഫംഗ്ഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഈ സ്മോൾ എഫ് ഓഫ് എക്സ്, അതായത് ഇൻ്റഗ്രൽ 6² ഡി എക്സ് എന്തായിരിക്കും? ആൻസർ വരുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, അതായത് ടാൻ എക്സ് പ്ലസ് സി. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഒരു സി ആഡ് ചെയ്യും. ആ സീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കാം. ദിസ് സി ഈസ് കോൾഡ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്. ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മൾ ഈ സീനെ വിളിക്കുക. ഓക്കെ, സീനെ വിളിക്കുന്ന പേരെന്താണ്? ആർബിട്രറി കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് എന്നോ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നോ ഒക്കെ വിളിക്കാം. യഥാർത്ഥ പേര് ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്നാണ്. സോ ഇതാണ് ഇൻ്റഗ്രേഷൻ്റെ കോൺസെപ്റ്റ്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ്. ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ മീനിങ് ഇതാണ്. നമ്മുടെ കയ്യിലൊരു വലിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏത് മൈന്യൂട്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വരെ അനാലിസിസ് നടത്താനായിട്ട് നമുക്ക് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ചിട്ട് പറ്റും, അല്ലേ? ഇപ്പം നമ്മൾ സർക്കിളിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഒക്കെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു ക്വയറ്റ് ലേക്കിലേക്ക് ഒരു കല്ല് വലിച്ചെറിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സർക്കിൾസ് ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന സർക്കിൾസിൻ്റെ ഏത് ഇൻസ്റ്റൻറ്റ് ഓഫ് റേഡിയസിലെ വരെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആക്കുന്ന മെത്തേഡാണ് ഡിഫറൻഷിയേഷൻ. അത്രത്തോളം ഒരു സെക്കൻഡിൻ്റെ ഒരുപാട് ഫ്രാക്ഷൻസ് എടുത്താൽ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ ഫ്രാക്ഷൻസിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ അനലൈസ് ചെയ്യാൻ ഡിഫറൻഷിയേഷനെ കൊണ്ട് പറ്റും. അതിൻ്റെ റിവേഴ്സ് പ്രോസസ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഫ്രാക്ഷൻ ഓഫ് ഈ മൈന്യൂട്ടായിട്ടുള്ള എല്ലാവരെയും കൂടെ ചേർത്ത് പഴയ ആദ്യം ഉണ്ടായിരുന്ന ഫംഗ്ഷനിലേക്ക് തിരിച്ചു കൊണ്ടെത്തിക്കുന്നതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? ഡിഫറൻഷിയേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. സോറി, ഇൻ്റഗ്രേഷൻ, ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ അഥവാ ഇൻ്റഗ്രേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു സമ്മേഷനാണ്. ഈ ഇൻ്റഗ്രലിൻ്റെ സിമ്പിൾ എങ്ങനെ വന്നതെന്നറിയോ? നമ്മൾ ഈ വള്ളി പോലെ ഒരു സാധനം വരയ്ക്കില്ലേ? മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഈ വള്ളി നിങ്ങളുടെ കാലിൽ തന്നെ ചുറ്റി നിങ്ങളെ തള്ളി താഴെ ഇടും. അതാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത. സോ ഇത് ശരിക്കും ഈ സിമ്പിൾ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെറുതാക്കുന്നതാണ്. അത് തിരിച്ച് ആ മൈന്യൂട്ടായിട്ടുള്ള എല്ലാം കൂടെ തിരിച്ച് സമ്മേഷൻ എടുത്ത് പഴയ ഫംഗ്ഷനിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ ഈസ് ആക്ച്വലി ബിഹൈൻഡ്
ദ സിനാരിയോ എന്നുള്ളത് സമ്മേഷൻ തന്നെയാണ്. സമ്മേഷനെ നമ്മൾ കാണിക്കാനായിട്ട് സിഗ്മ എന്നുള്ള നൊട്ടേഷനാണ് ഉപയോഗിക്കുക. പക്ഷേ സമ്മേഷൻ്റെ ആദ്യത്തെ ലെറ്റർ എസ് ആണ്. ആ എസ് ഒന്ന് വലിച്ചു നീട്ടുന്നതാണ് ഇൻ്റഗ്രലിൻ്റെ സിമ്പിൾ. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ സിമ്പിളൊക്കെ വന്നത്. ചുമ്മാ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് സംഗതി എന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോഗ് എക്സ് പ്ലസ് സി ആയിരിക്കും. ശരിയാണല്ലോ. ഇൻ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോഗ് എക്സ് പ്ലസ് സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രേ ഉള്ളൂ. നമുക്കൊരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഡയറക്റ്റ്ലി ആൻസർ എഴുതണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഡയറക്റ്റ്ലി ആൻസർ എഴുതാൻ പറ്റില്ല. പറ്റുന്ന ചോദ്യങ്ങൾ നമുക്ക് ഡെറിവേറ്റീവ് അറിയാവുന്ന ചോദ്യങ്ങളുടെ ഇൻ്റഗ്രലിൽ നേരിട്ട് ഉത്തരം എഴുതാം. അങ്ങനെ ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഈ ഇൻ്റഗ്രൽ സിമ്പിളും ഉണ്ടാവും വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ. ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ ആണ്. ഇതാണ് ഇൻ്റഗ്രൽ സിമ്പിൾ. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ. ഇടയ്ക്ക് നിൽക്കുന്ന ഫംഗ്ഷൻ ആരാണ്? ഈ കാണുന്ന 1/x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഫംഗ്ഷൻ ആരുടെ ഡെറിവേറ്റീവ് ആണോ അതാണ് ആ ഇൻ്റഗ്രലിൻ്റെ ഉത്തരം. ഓക്കെ, കാരണം ഡെറിവേറ്റീവ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഈ 1/x എന്ന് പറഞ്ഞാൽ ആരുടെ ഡെറിവേറ്റീവ് ആണ്? ഈ കാണുന്ന ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ ദ ആൻസർ ഈസ് ലോഗ് എക്സ് പ്ലസ് സി. ക്ലിയർ ആണല്ലോ. ഇനി ഇൻ്റഗ്രൽ -1/x² dx ഇങ്ങനൊരു ചോദ്യം വരികയാണെന്ന് വിചാരിക്കാം. ഈ കാണുന്ന -1/x² എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ്? 1/xൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ ദ ആൻസർ ഈസ് 1/x പ്ലസ് സി. പിടികിട്ടിയോ? ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ഐഡിയ അത്രേ ഉള്ളൂ. ഇൻ്റഗ്രേഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി റിസൾട്ട്സ് നോക്കാം കേട്ടോ. 1/1 ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണേ എല്ലാവരും. 1/1 ആയിട്ട് റിസൾട്ട്സ് നോട്ട് ചെയ്ത് വെക്കണേ. ഇൻ്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ x⁻n+1/n+1. ഇപ്പോൾ ഡെറിവേറ്റീവിൻ്റെ റിസൾട്ടും പാരലലി റിവൈസ് ചെയ്ത് പോവുക. ഡെറിവേറ്റീവ് ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ n × x⁻n−1 ആയിരുന്നു. ഇൻ്റഗ്രൽ ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻n+1/n+1. ഒന്നാമത്തെ റിസൾട്ട്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ x² dx വരികയാണെങ്കിൽ എന്താണ് വരിക? x⁻n+1 എന്നുള്ളത് 2+1/2+1 + c, അതായത് x³ / 3 + c എന്ന് വരും അല്ലേ. ഇൻ്റഗ്രൽ x⁻5 dx ആണെന്നുണ്ടെങ്കിൽ x⁻6 അല്ലേ, 5ൻ്റെ കൂടെ 1 കൂട്ടി 6/6 + c. ഓക്കെ, അപ്പോൾ x⁻n ഫോർമെറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ റിസൾട്ട് ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x + c ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ് വന്നതെന്ന് ജസ്റ്റ് വേണമെങ്കിൽ പറയാം. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ അതിനെ 1 dx എന്നിടാമല്ലോ. ഓക്കെ, ആ 1നെ വേണമെങ്കിൽ x⁻0 എന്നിടാമല്ലോ. ഇനി നമ്പർ ⁻0 1 ആണ്. ഇനി x⁻n-ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? x⁻n+1/n+1 ആണ്. അതായത് x⁻0+1 എന്ന് പറഞ്ഞാൽ 1/0+1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, പ്ലസ് സി. അതായത് x⁻1/1 എന്ന് പറഞ്ഞാൽ x ആണ് പ്ലസ് സി. അപ്പോൾ ഇത് ഇങ്ങനെ ഡിറൈവ് ചെയ്യണമെന്നില്ല. ഞാൻ എങ്ങനെ വന്നു എന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ആ റിസൾട്ട് അങ്ങ് പഠിച്ചാൽ മതി. ഓരോന്ന് നോട്ട് ചെയ്ത് പോണേ. ഓരോ റിസൾട്ടായിട്ട് നോട്ട് ചെയ്ത് പോണേ. നോട്ട് ചെയ്യുന്നതിനോടൊപ്പം അത് പഠിച്ചും കൂടെ അങ്ങ് പോവാം. ഇൻ്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ എന്താണ്? x + c ആണ്. അതേപോലെ തന്നെ ഇൻ്റഗ്രൽ y dy എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ്റഗ്രൽ dy. ഇൻ്റഗ്രൽ dx ആണ് x + c. ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് y + c ആയിരിക്കും. ഇൻ്റഗ്രൽ dz എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് z + c ആയിരിക്കും കേട്ടോ. ഇത് മൂന്നും നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രലിലേക്കും ഡബിൾ ഇൻ്റഗ്രലിലേക്കും വരുമ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ നോട്ട് ചെയ്ത് പൊക്കോളൂ കേട്ടോ. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x + c ആണ്. ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y + c ആണ്. ഇൻ്റഗ്രൽ dz എന്ന് പറഞ്ഞാൽ z + c ആണ് കേട്ടോ. ഓക്കെ, അടുത്ത റിസൾട്ടിലേക്ക് വരാം. മൂന്നാമത്തെ റിസൾട്ട് നോക്കാം. തേർഡ് റിസൾട്ട്. മൂന്നാമത്തെ റിസൾട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. ഇൻ്റഗ്രൽ dx/x എന്നുള്ളത് എന്താണ്?
ലോഗ് എക്സ് പ്ലസ് സി ആണ്. ശരിയല്ല? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എക്സ് പ്ലസ് സി ആണ്. തൊട്ട് മുമ്പേ പറഞ്ഞ റിസൾട്ട് അല്ലേ? കാരണം എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ്? ഇൻ്റഗ്രലിനും ഡി എക്സിനും ഇടയ്ക്ക് നിൽക്കുന്ന ആൾ 1/x. ആ 1/x എന്ന് പറയുന്നത് എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ്? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ ദ ആൻസർ ഈസ് ലോഗ് എക്സ് പ്ലസ് സി. അടുത്ത നാലാമത്തെ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ച ഓർമ്മയുണ്ടോ? ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എ റൈസ് ടു എക്സ് ലോഗ് എ ആയിരുന്നു. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ ഓഫ് എ റൈസ് ടു എക്സ് എന്തായിരിക്കും? അപ്പം ഇൻ്റഗ്രൽ ഓഫ് എ റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എ റൈസ് ടു എക്സ് അതേപോലെ തന്നെ ഉണ്ടാവും. നേരത്തെ ലോഗ് എ മൾട്ടിപ്ലൈ ചെയ്തത് ഇൻസൈഡ് കിടക്കുന്ന ഫംഗ്ഷൻ എ ആണ് അല്ലേ? അപ്പോൾ ആ ലോഗ് എ മൾട്ടിപ്ലൈ ആയിരുന്നു ചെയ്യേണ്ടത്. കാരണം ചെയിൻ റൂൾ പ്രകാരം ഡിഫറൻഷിയേഷനിൽ ഇൻസൈഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഗുണിക്കുക എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഡിവിഷൻ, ഡിഫറൻഷിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഡിഫറൻഷിയേഷനകത്ത് ലോഗ് എ മൾട്ടിപ്ലൈഡ് ആയിരുന്നെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്തായിരിക്കും? ലോഗ് എ ഡിവിഷനായിട്ടായിരിക്കും വരിക. അപ്പോൾ അതാണ് എ റൈസ് ടു എക്സ് ബൈ ലോഗ് എ എന്നുള്ള രീതിയിൽ വരിക കേട്ടോ. എ റൈസ് ടു എക്സ് ബൈ ലോഗ് എ പ്ലസ് സി. നിങ്ങളിങ്ങനെ എങ്ങനെ വന്നു എന്നുള്ളത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ റിസൾട്ട് അറിഞ്ഞില്ലെങ്കിൽ പ്രയാസമായിരിക്കും. ഇത് നേരിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ വന്ന ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ സൈഡിലോട്ടൊന്ന് എഴുതിയിടാം. കേരള PSC തന്നെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇൻ്റഗ്രൽ 5 റൈസ് ടു എക്സ് ഡി എക്സ്. ഇത് ഒരുപാട് നാൾ മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യനൊന്നുമല്ല, ഈ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2024 തന്നെ വന്ന ക്വസ്റ്റ്യനാണ്. ഇൻ്റഗ്രൽ 5 റൈസ് ടു എക്സ് ഡി എക്സ്. ആൻസർ പെട്ടെന്ന് പറയാലോ. എന്താണ് വരിക? 5 റൈസ് ടു എക്സ് ബൈ ലോഗ് 5 പ്ലസ് സി. 5 റൈസ് ടു എക്സ് ബൈ ലോഗ് 5 പ്ലസ് സി. ഓക്കെ, സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അഞ്ചാമത്തെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ റിസൾട്ടുകൾ പഠിക്കുകയാണ്. അതിലെ അഞ്ചാമത്തെ റിസൾട്ട് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ്. എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇ റൈസ് ടു എക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ്റഗ്രലും ഡിഫറൻഷ്യലും സെയിം ആയിട്ടുള്ള ഫംഗ്ഷനാണ് ആര്? ഇ റൈസ് ടു എക്സ് അല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഇ റൈസ് ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഉത്തരം ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇ റൈസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും ഉത്തരം എന്ത് തന്നെയാണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. സോ ദ ആൻസർ ഈസ് ഇ റൈസ് ടു എക്സ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ചെയിൻ റൂൾ വരുന്ന കേസ് ഉണ്ട്. ഇപ്പോൾ ഇ റൈസ് ടു എ എക്സ് ആണെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഇ റൈസ് ടു എക്സിൻ്റെത് ഇ റൈസ് ടു എക്സ് ഉണ്ടാവും. എ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എ ഹരിക്കാൻ മറന്നു പോകരുത്, പ്ലസ് സി. ഈ ടൈപ്പ് ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഇ റൈസ് ടു 3x ഡി എക്സ് ആണെങ്കിൽ ആൻസർ ഇ റൈസ് ടു 3x ബൈ 3 വരുന്ന കാര്യം മറന്നു പോകരുത്, പ്ലസ് സി. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യായിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇ റൈസ് ടു 3x ഇൻറ്റു 3xൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 3 മൾട്ടിപ്ലൈ ചെയ്യായിരുന്നു ഡിഫറൻഷ്യേറ്റ് ചെയ്ത സമയത്ത് ചെയിൻ റൂളിൽ നമ്മൾ ചെയ്തത്. ഇൻ്റഗ്രേഷനിലും ഇത് ചെയിൻ റൂൾ തന്നെയാണ്. പക്ഷേ ഇൻ്റഗ്രേഷനകത്ത് വരുമ്പോൾ ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷ്യേഷൻ ആയതുകൊണ്ട് ഇൻ്റഗ്രേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം ഡിഫറൻഷ്യേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം ഇൻ്റഗ്രേഷനിൽ വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. കാരണം മൾട്ടിപ്ലിക്കേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഡിവിഷൻ. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ. നമ്മൾ എത്ര റിസൾട്ട് ആയിരുന്നു? 5. ആറാമത്തെ റിസൾട്ട് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്. കാരണം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ആ മൈനസ് ഇപ്പുറത്തേക്ക് കൊടുത്തതാണ് കേട്ടോ. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്. കാണാതെ പഠിച്ചു വെച്ചോളൂ കേട്ടോ, കാണാതെ പഠിച്ചു വെച്ചോളൂ, എപ്പോഴും വരുന്നതാണ്. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് അല്ലേ? കാരണം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. അത്രേ ഉള്ളൂ കാര്യം. അടുത്ത ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ രണ്ടും പഠിച്ചു വയ്ക്കുക. എട്ടാമത്തത് ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാൻ അടുത്ത റിസൾട്ടുകൾ പഠിക്കുമ്പോൾ ടാൻ എക്സിൻ്റെയും കോട്ടക്സിൻ്റെയും ഒക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാൻ അന്നേരം പറയാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം റിസൾട്ട് അങ്ങ് പഠിക്കാം. ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് ലോഗ് കോസ് എക്സ് പ്ലസ് സി എന്ന് പറയാം, അല്ലെങ്കിൽ ലോഗ് സീക്ക് എക്സ്. ഈ ലോഗ് സീക്ക് എക്സ് ആണ് പൊതുവേ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരിക. ഇതിവിടെ മാത്രമല്ല, ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രലിന് കുറേ സ്ഥലത്ത് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ടാൻ എക്സ് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. പിന്നെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്നൊക്കെയുള്ള ഒരു മെത്തേഡ് പഠിക്കുമ്പോഴും ഈ പറയുന്ന ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്നുള്ളത് എപ്പോഴും വരുന്നതാണ്.
അത് ഈ ലോഗ് സീക്ക് എക്സ് എന്നുള്ള റിസൾട്ട് മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ഇത് എക്സാമിന് ക്വസ്റ്റ്യനായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ കേരള PSC എക്സാമിന് നേരിട്ട് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇൻ്റഗ്രൽ കോട്ടെക്സ്? 4 ഓപ്ഷൻസ്, അതിൽ കറക്റ്റ് ഓപ്ഷൻ ലോഗ് സൈൻ എക്സ് ആണ്. അടുത്തത് 10ാമത്തെ റിസൾട്ട് സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ആണ് കേട്ടോ. ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. 11ാമത്തത് കൊസീക്ക് എക്സിൻ്റെത് ലോഗ് കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ്. പഠിച്ചു വെക്കുക കേട്ടോ, പഠിച്ചു വെക്കുക. കൊസീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ്. ഓക്കെ, കൊസീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് പ്ലസ് ഇ ആണ് ആൻസർ വരിക. യെസ്. ഇനി 12ാമത്തെ, ഇത് എളുപ്പമാണ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് എക്സ് ടാൻ എക്സ് എന്നറിയാം. അപ്പോൾ സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? സീക്ക് എക്സ് പ്ലസ് സി. കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് എന്നറിയാം. അപ്പം കൊസീക്ക് എക്സ് കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി. അതൊക്കെ നേരിട്ട് പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. അടുത്ത ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സിക്സ് സ്ക്വയർ എക്സ് എന്നറിയാം. അപ്പോൾ സിക്സ് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? ടാൻ എക്സ് പ്ലസ് സി. കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് എന്നറിയാം. മൈനസ് എപ്പോഴും ഉത്തരത്തിൻ്റെ കൂടെ കൊടുക്കുകയുള്ളൂ. മൈനസ് ഇപ്പുറത്തേക്ക് കൊടുത്താൽ മൈനസ് കോട്ടെക്സ് പ്ലസ് സി. 15. കൊസീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോട്ടെക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് ഈസ് മൈനസ് കോട്ടെക്സ് പ്ലസ് സി. ഓക്കെ, അടുത്ത സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ശരിയാണല്ലോ. അപ്പോൾ രണ്ട് ഉത്തരം സെയിം ആണ്, ഒരു മൈനസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അത് നമ്മൾ ഇൻ്റഗ്രേഷനിലും അങ്ങനെ എടുക്കാം. ഇൻ്റഗ്രൽ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ രണ്ട് ആൻസർ എടുക്കാം. അത് ആ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ പ്രകാരം ഏതാണോ നമുക്ക് റിക്വയർഡ് ആവുന്നത് അതങ്ങ് എടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ ആൻസർ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇ ആയിട്ട് എടുക്കാം. അതേപോലെ 1/1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇ ആയിട്ട് എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ 1/x ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1ൻ്റെ ഇൻ്റഗ്രൽ ഒന്നില്ലെങ്കിൽ നമുക്ക് സീക്ക് ഇൻവേഴ്സ് എക്സ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്നുള്ള രീതിയിലും എടുക്കാം. അപ്പോൾ ഈ റിസൾട്ടുകളും നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിനകത്ത് ഈ സെക്കൻഡ് വൺ ആണ് എപ്പോഴും നമ്മൾ എക്സാമിന് കാണുന്നത്. ഇൻ്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. PSC ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ഇക്വേഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇൻ്റഗ്രൽ 1/1 പ്ലസ് എക്സ്, ഈ ഒരു ഫോർമാറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇൻ്റഗ്രൽസ് ഓഫ് സം സ്പെഷ്യൽ ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തും ഈ ഒരു ടൈപ്പ് ഫോർമാറ്റിന് വലിയ പ്രസക്തി ഉണ്ട്, ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇൻ്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്. ആദ്യത്തെ റൂൾ, ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേഷനകത്ത് പഠിച്ചതുപോലെ തന്നെ, ഡിഫറൻഷിയേഷനകത്ത് പഠിച്ചതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ്റെയും റൂൾസ് നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഓരോന്നിൻ്റെയും ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എഴുതി പോവാം. ഇൻ്റഗ്രൽ 1/x പ്ലസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ആ രണ്ട് ഫംഗ്ഷൻസിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇ റൈസ് ടു എക്സ് തന്നെ പ്ലസ് സി. അതേപോലെ തന്നെ സബ്ട്രാക്ഷൻ്റെ കേസിൽ ഇൻ്റഗ്രൽ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1/x സ്ക്വയർ ഡി എക്സ് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സിക്സ് സ്ക്വയർ എക്സ്. അപ്പോൾ സിക്സ് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ്. 1/xൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് 1/x സ്ക്വയർ. അപ്പോൾ മൈനസ് 1/x സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് 1/x പ്ലസ് സി. ഓക്കെ, പിടി കിട്ടിയോ? ടാൻ എക്സ് പ്ലസ് 1/x പ്ലസ് സി.
ഓരോ റൂൾസിനും ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എഴുതി പോകുന്നുണ്ടേ. അടുത്ത സംതിങ് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വരുവാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റിനെ ഔട്ട്സൈഡ് എടുത്ത് എന്ത് ചെയ്യുക, ഫംഗ്ഷനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റിനെ ഔട്ട്സൈഡ് നിർത്തി ഫംഗ്ഷൻ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ 4 6² dx പ്ലസ് ഒരു കോമ്പിനേഷൻ ആയിക്കോട്ടെ 2 cos x. എല്ലാവരും ആൻസർ പറഞ്ഞേ. എന്താണ് വരിക? 4 ഇൻറ്റു എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ് 6² x വരിക? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 6² x. അപ്പോൾ 4 ഇങ്ങോട്ട് പുറത്ത് നിർത്തി ആൻസർ k ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് സെപ്പറേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അല്ലേ? 4 ഇങ്ങോട്ട് മാറ്റി നിർത്തി 6² എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ടാൻ എക്സ് പ്ലസ് 2 ഇങ്ങോട്ട് മാറ്റി നിർത്തി കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ എക്സ് പ്ലസ് സി. 4 ടാൻ എക്സ് പ്ലസ് 2 സൈൻ എക്സ് പ്ലസ് സി ആണ് ആൻസർ വരും. ഓക്കെ ആണല്ലോ? 4 ടാൻ എക്സ് പ്ലസ് 2 സൈൻ എക്സ് പ്ലസ് സി. നെക്സ്റ്റ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സാധാരണ ഒരു ചോദ്യം ഇവിടുന്നാണ് ഇൻ്റഗ്രേഷനിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആ പരിസരത്തുണ്ടാവണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ കൊടുക്കുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എവിടെ ഉണ്ടാവണം? പരിസരത്തുണ്ടാവണം. ഒരു എക്സാമ്പിൾ നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നന്നായിട്ട് പഠിച്ചോണം. ഉറപ്പാണ് ഒരു ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നിന്നായിരിക്കും എക്സാമിന്. ഓക്കെ, സാധാരണ എപ്പോഴും അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഡി എക്സ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് എന്ന് വിചാരിക്കാം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമുക്ക് ചെയ്യാം. പാർട്സ് വെച്ചിട്ടായിരിക്കും പെട്ടെന്ന് തോന്നുന്നത്. എനിവേ പാർട്സ് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. നേരത്തെ പഠിച്ചവരുണ്ടെന്നുള്ള കാര്യമുള്ള പറഞ്ഞത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കാം. ഇൻ്റഗ്രൽ ലോഗ് എക്സ് ബൈ 1/x എന്നുള്ള രീതിയിലാക്കാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ശരി, ഇതങ്ങനെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇങ്ങനെ നോക്കാം. നമുക്ക് വേറൊരു എളുപ്പമുള്ളൊരു എക്സാമ്പിൾ നോക്കാം. ഇതാകാം. ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x² ആക്കാം. ഈ ഒരു ചോദ്യം നോട്ട് ചെയ്തോളൂ. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x² dx. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി ആൻസർ ചെയ്യാം? നമ്മൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വരും. എടാ, ഈ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, 1/1 + x². അവൻ ഈ പരിസരത്ത് കിടപ്പുണ്ടല്ലോ, ശരിയല്ലേ? ആ ചോദ്യത്തിൽ തന്നെ അവൻ കിടപ്പുണ്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുമായിട്ട് മുന്നോട്ട് പോകാം? എടാ, ഇത് നമ്മൾ ഡിഫറൻഷിയേഷനകത്ത് പഠിച്ച പോലെ തന്നെ നമ്മൾ ഡെറിവേറ്റീവിനകത്ത് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് പഠിച്ചു, ലോഗരിതമിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു, പാരാമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു, ശരിയല്ലേ? ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിച്ചു. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് പഠിച്ചു, റോൾസ് പഠിച്ചു, ലഗ്രാഞ്ചസ് പഠിച്ചു. നമുക്ക് എക്സാമിന് ഒരിക്കലും അവർ പറയില്ല ഈ ചോദ്യം ഇംപ്ലിസിറ്റ് ആണ്, അല്ലെങ്കിൽ ഈ ചോദ്യം എക്സ്പ്ലിസിറ്റ് ആണ്, അല്ലെങ്കിൽ ഈ ചോദ്യം പാരാമെട്രിക് ആണ്, ഈ ചോദ്യം ലോഗരിതമിക് ആണ് എന്നൊരിക്കലും അവരെന്ത് ചെയ്യില്ല, എക്സാമിന് പറയില്ല. നമ്മൾ മനസ്സിലാക്കണം ഇത് ഇന്ന കാറ്റഗറിയിൽ പെടുന്ന ചോദ്യമാണ്. അതെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ മെത്തേഡ് പഠിപ്പിക്കുമ്പോഴും ഞാൻ പറഞ്ഞാണ് പോകുന്നത്. അതേപോലെ തന്നെ അതിനേക്കാളും ബൃഹത്തുമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷനും ഒരു ചോദ്യം ഒരു രീതിയിലല്ല ചെയ്യുന്നത്. ഒരുപക്ഷെ അത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽസ് ഓഫ് സം സ്പെഷ്യൽ ഫംഗ്ഷൻ കൈൻഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ e⁻x × f(x + f'(x) ടൈപ്പ് ഫോർമാറ്റ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് ഏത് ക്വസ്റ്റ്യൻ ആണ് എന്ന് ഒരിക്കലും, ഞാൻ ഇപ്പോൾ കുറച്ച് കാറ്റഗറീസ് ഞാൻ പറഞ്ഞു, അതിൽ ഇന്ന കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഒരു ബ്രില്യൻസ് ഉണ്ട്. ഓക്കെ, ചില ക്വസ്റ്റ്യൻ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്താൽ എളുപ്പം കിട്ടും. അതേ ക്വസ്റ്റ്യൻ തന്നെ ഇൻ്റഗ്രൽസ് ഓഫ് സം സ്പെഷ്യൽ കൈൻഡ്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ
ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x² dx വരുമ്പോൾ ക്വസ്റ്റ്യനകത്ത് കാണില്ല ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഓരോ മെത്തേഡ്സ് പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ ഓരോ ഐഡൻറ്റിഫിക്കേഷൻ ടൂൾസ് പറഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ ക്വസ്റ്റ്യനിൽ കാണുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആ ക്വസ്റ്റ്യനിൽ തന്നെ പരിസരത്തുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1/1 + x² ആ പരിസരത്ത് തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ടാൻ ഇൻവേഴ്സ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഞാൻ മുന്നോട്ട് പോകാം. സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു തേർഡ് വേരിയബിൾ ആണ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എക്സും വൈയും ഒന്നും കൊടുക്കാറില്ല, ഒരു യു എന്നോ ടി എന്നോ ഒക്കെ നമുക്ക് കൊടുക്കാം. സാധാരണഗതിയിൽ എക്സും വൈയും ഇസഡും ഒക്കെ നമ്മൾ ഫംഗ്ഷൻസ് ആയിട്ടാണ് ചൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ്. അപ്പം സാധാരണഗതിയിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ യു അല്ലെങ്കിൽ ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് കാണാറ്. ഞാനിപ്പോൾ തൽക്കാലം യു വെച്ചിട്ട് പോകാം. ടാൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇനി രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x² എന്ന് പറയുന്നതാണ് ആക്ച്വലി du/dx. ആ ബൈ ഡി എക്സ് ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് എഴുതുന്നുണ്ട്. 1/1 + x² dx എന്താവും? du ആവും. ഓക്കെ ആണല്ലോ, ശരിയാണെന്ന് വിചാരിക്കുന്നു. ശരിക്കും ആക്ച്വലി du/dx ആണ് 1/1 + x². ബൈ dx ഇങ്ങനെ ഇങ്ങോട്ട് കൊടുത്താണ് കേട്ടോ. 1/1 + x² dx എന്നുള്ളത് എന്താവും? du ആവും. ഓക്കെ ആണേ. ഇനി ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് നേരെ ഈ ചോദ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് കാണുന്ന സ്ഥലത്ത് ഞാൻ യു എന്ന് കൊടുത്തു. ബാക്കി മുകളിൽ എന്തായാലും ഒരു 1 ഉണ്ട്. ആ 1/1 + x² dx അത് അത്രയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഞാൻ du കൊടുക്കും. ഓക്കെ, ഇനി യുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എനിക്കറിയാം u²/2 ആണ്. ശരിയാണല്ലോ, പ്ലസ് സി. ഇനി അവസാനം ഞാൻ എന്ത് ചെയ്യണം? യുവിന് പകരം ഈ കാണുന്ന ടാൻ ഇൻവേഴ്സ് എക്സിനെ ഞാൻ എന്ത് ചെയ്യണം? തിരിച്ച് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താണ് വരിക? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 + c എന്നാണ് എനിക്ക് ആൻസർ വരും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ആൻസർ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, കിട്ടിയെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഈ മെത്തേഡ് എല്ലാവർക്കും ഓക്കെ ആണോ? ഒരു ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഈ രീതി. വേറൊരു എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് എക്സാമ്പിൾ 1. ഐ എം ഗോയിങ് വിത്ത് അനദർ എക്സാമ്പിൾ 2. ഇൻ്റഗ്രൽ 2x/x² + 1 dx. ഇൻ്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ x² + 1 dx. ഇപ്പോൾ ചോദ്യം കാണുമ്പം നമുക്ക് തോന്നണം സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് തോന്നണം. നമ്മൾ എല്ലാ ടൈപ്സും പഠിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ കുറേ കൂടെ പ്രാക്ടീസ് ചെയ്യണം, ഒരുപാട് ധാരാളം ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചെയ്ത് വരുമ്പോൾ ഓക്കെ ആവും. ഈ ക്വസ്റ്റ്യൻ ഇന്ന മെത്തേഡിൽ പോയാൽ പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വരും. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ x² + 1 ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ x² ഡെറിവേറ്റീവ് എടുത്താൽ 2x ആയി. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ അത് ന്യൂമറേറ്ററിൽ ഉണ്ടല്ലോ, ശരിയല്ലേ? ഡിനോമിനേറ്റർ ആയിട്ടുള്ള x² + 1 ഞാൻ ടി എന്ന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യു എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഡിനോമിനേറ്ററിന് ഞാൻ യു എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണ് വരിക? x² ഡെറിവേറ്റീവ് 2x + 1 ഡെറിവേറ്റീവ് 0 is equal to du/dx ആണ്. dx ഇങ്ങോട്ട് വന്നാൽ എക്സ് എഴുതുന്ന ടേംസിൻ്റെ കൂടെ അങ്ങ് dx എഴുതിക്കോണേ. ഡിഫറൻഷിയേറ്റ് എക്സിനുള്ള ടേംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങ് dx എഴുതിക്കോണം. is equal to du. ശരിയല്ലടോ? ഇങ്ങനെയല്ലേ വരിക? this is equal to du. 2x dx is equal to du. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം എങ്ങനെ മാറി? ഇൻ്റഗ്രൽ മുകളിൽ കാണുന്ന 2x dx ചേർന്നിട്ട് du ആയി. ബാക്കി 1/x² + 1 എന്നുള്ളത് എന്തായി? u ആയി. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ഇൻ്റഗ്രൽ 1/u du എന്നുള്ള രീതിയിലേക്ക് മാറി. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. 1/xൻ്റെ ഇൻ്റഗ്രൽ log x ആണ്. അപ്പോൾ 1/uൻ്റെ ഇൻ്റഗ്രൽ എന്താണ് വരിക? log u ആണ് വരിക, പ്ലസ് സി. യുവിന് പകരം തിരിച്ച് നമ്മൾ ആരെ കൊടുക്കണം? x² + 1 തിരിച്ചു കൊടുക്കണം. log of x² + 1 + c is the correct answer.
ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഓക്കെ ആണോ എന്നുള്ളത് എല്ലാവരും ഒന്ന് നോക്കിക്കോണേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏകദേശം സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന മോഡലിൽ വരുന്നതാണ് ഇതെല്ലാം കേട്ടോ. ഇനി പലർക്കും തോന്നുന്ന ഒരു സംശയമല്ല, പലരും ഇങ്ങനെ ചിന്തിക്കും, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്തിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? എക്സ് സ്ക്വയറിന് മാത്രം യു എന്ന് കൊടുത്താൽ പോരെ? എടാ, വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനയുന്ന നല്ലതല്ലേ, വെറുതെ എന്തിനാ പിന്നെയും കിടന്ന് ബുദ്ധിമുട്ടാൻ പോകുന്നത്? ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 1 അങ്ങ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ആ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോത്തില്ലടോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു റിസൾട്ടായിട്ട് അതങ്ങ് ഓർത്താലോ, കാരണം ഈ ഒരു ഫോർമാറ്റ് സ്ഥിരമായിട്ട് വരുന്ന ഫോർമാറ്റാണ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് ആണ് നിങ്ങൾക്ക് ന്യൂമറേറ്ററിൽ കാണാൻ പറ്റുക. അപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്താണ്? ആക്ച്വലി ലോഗ് ഡിനോമിനേറ്റർ അല്ലേ, ലോഗ് ഓഫ് ഡിനോമിനേറ്റർ അല്ലേ നമുക്ക് ആൻസർ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒന്ന് ജനറലൈസ് ചെയ്തൂടെ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു റിസൾട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. റിസൾട്ടായിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് എന്താണ്? ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്. അതായത് ഡിനോമിനേറ്റ് ഇങ്ങനെ പഠിക്കാം. നിങ്ങൾ ഇങ്ങനെ കാണാം, ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എഫ് ഓഫ് എക്സ്. അങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആയിരിക്കും. ഇങ്ങനെ പഠിച്ചാൽ മതി. നിങ്ങളുടേതായ വേർഡ്സിൽ വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ടുള്ളൂ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ. അതാകുമ്പോൾ മറക്കില്ല. നിങ്ങൾ ഈ ഫോർമുലയായിട്ട് പലതും കാണാതെ പഠിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമാറ്റിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് സി, സോറി ടാൻ എക്സ് ഡി എക്സ്. ചോദ്യമാണ് കേട്ടോ, ടാൻ എക്സ് ഡി എക്സ്. നോക്കിക്കേ, ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ടാൻ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ന്യൂമറേറ്ററിലുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരിക? ലോഗ് മോഡ് ടാൻ എക്സ്. മോഡ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പ്ലസ് സി. മോഡ് ഇടുന്നത് ലോഗിനുള്ളിൽ നെഗറ്റീവ് വാല്യൂസ് അക്സെപ്റ്റബിൾ അല്ല, അതുകൊണ്ടാണ് അവർ മോഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ എക്സ് ലോഗ് എക്സ് ഡി എക്സ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എക്സ് ലോഗ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് ആണോ മുകളിൽ? സംശയം തോന്നുന്നു അല്ലേ? ഇതിനെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്താലോ, ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ബൈ ലോഗ് എക്സ് എന്നൊന്ന് അറേഞ്ച് ചെയ്താലോ. ഇപ്പോൾ ഓക്കെ ആയില്ലേ? എ ബൈ ബി ബൈ സി സബ്ഫ്രാക്ഷൻ മോഡലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എ ബൈ ബി സി ആണെന്ന് പഠിച്ചിട്ടില്ലേ? അതുപോലെ 1 ബൈ എക്സ് സബ്ഫ്രാക്ഷനാണ്, ബൈ മെയിൻ ഫ്രാക്ഷൻ ബൈ ലോഗ് എക്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ 1 ബൈ എക്സ് ലോഗ് എക്സ് ആണല്ലോ അത്. ഇനി നിങ്ങൾ നോക്കിയേ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എവിടെ ഉണ്ട്? ന്യൂമറേറ്ററിലുണ്ട്. ശരിയല്ലേ? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1 ബൈ എക്സ് നിങ്ങൾക്ക് ന്യൂമറേറ്ററിൽ കാണാം. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താണ്? ലോഗ് ഡിനോമിനേറ്റർ. ലോഗ് ഡിനോമിനേറ്റർ ആരാ? ലോഗ് എക്സ് തന്നെയാണ്. സോ ലോഗ് എക്സ് ആണ് ആൻസർ വരിക. പ്ലസ് സി ഉണ്ടാവും കേട്ടോ, പ്ലസ് സി ഉണ്ടാവും. ഇത് PYQ ആണ് കേട്ടോ, PSC തന്നെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത് ഞാൻ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ലോഗ് എക്സ് ഡി എക്സ്. അതെല്ലാം ഈ റിസൾട്ടിൻ്റെ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. രണ്ടാമത് എഴുതിയിരിക്കുന്ന ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ നമുക്കേ ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഒന്ന് നോക്കാം. ടാൻ എക്സ് ഡി എക്സ്. ഈ ടാൻ എക്സിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യണം. ഇൻ്റഗ്രൽ ഞാൻ മുകളിലൊരു നോക്കണേ, ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രലാണ് വേണ്ടത്. ഞാൻ മുകളിലൊരു സീക്ക് എക്സ് മൾട്ടിപ്ലൈ ചെയ്തു, അത് ബാലൻസ് ചെയ്യാൻ താഴെ ഒരു സീക്ക് എക്സ് മൾട്ടിപ്ലൈ ചെയ്തു ഡി എക്സ്. ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു ക്വസ്റ്റ്യൻ. ഇതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സീക്ക് എക്സും വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ ക്വസ്റ്റ്യൻ ആയില്ലേ? ഇനി നിങ്ങൾ ഈ റിസൾട്ട് ഒന്ന് ആലോചിച്ചേ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടോ നോക്കിക്കേ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടോ നോക്കിക്കേ. ഡിനോമിനേറ്റർ സീക്ക് എക്സ് ആണ്, സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്, മുകളിലുണ്ട്. അങ്ങനെ വന്നാൽ ആൻസർ എന്തായിരിക്കും? ലോഗ് ഡിനോമിനേറ്റർ ലോഗ് സീക്ക് എക്സ്. ഇങ്ങനെയാണ് ടാൻ എക്സിൻ്റെ
ഇൻ്റഗ്രൽ വന്ന് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് ലോഗ് സീക്ക് എക്സ്. നിങ്ങൾ കാണാൻ പഠിച്ചു നേരത്തെ അല്ലേ, നമ്മൾ റിസൾട്ടിൽ പഠിച്ചു ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ. ഞാൻ പ്രത്യേകം പറഞ്ഞു ഓർത്തിരിക്കണം എന്ന്. എവിടെ ദിസ് വൺ ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് ലോഗ് സീക്ക് എക്സ് ആണ്. അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഇൻ്റഗ്രലാണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്നുള്ള കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഈ റിസൾട്ടിൻ്റെ ഹെൽപ്പാണ് അവിടെ എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതേ ഈ റിസൾട്ടിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് തന്നെയാണ് അവർ എന്തും വന്നിട്ടുള്ളത്, കോട്ട് എക്സിൻ്റെ ഇൻ്റഗ്രലും വന്നിട്ടുള്ളത്. ഓക്കെ, ആ 4 ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രലും ഈ റിസൾട്ടിൻ്റെ ആപ്ലിക്കേഷനാണ് കേട്ടോ. നമ്മൾ കാണാണ്ട് പഠിച്ചു വെക്കേണ്ട ടാൻ എക്സ്, കോട്ട് എക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സ് എല്ലാം തന്നെ ഈ റിസൾട്ടിൻ്റെ സ്വാധീനമാണ് അതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. കോട്ടെക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോട്ടെക്സിനെ നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. ശരിയല്ലേ? കോസ് എക്സിനെ സൈൻ എക്സ് കൊണ്ട് ഹരിച്ചാൽ എന്തായി? കോട്ടെക്സ് ആയി. ഇനി നിങ്ങൾ ഈ റിസൾട്ട് നോക്കിക്കേ. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടോ എന്ന് നോക്കുക. ഡിനോമിനേറ്ററിൽ സൈൻ എക്സ് ആണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള കോസ് എക്സ് നിങ്ങൾക്ക് മുകളിൽ കാണാം. അപ്പം അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ലോഗ് ഡിനോമിനേറ്റർ ലോഗ് സൈൻ എക്സ് ആയിരിക്കും ആൻസർ വരും. പ്ലസ് സി. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നേരിട്ട് ഞാനിപ്പം എക്സാമ്പിളായിട്ട് തന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ഇതെല്ലാം തന്നെ നേരിട്ട് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ നിങ്ങൾ പഠിച്ചു ലോഗ് സൈൻ എക്സ് ആണെന്ന്. അതെങ്ങനെയാണ് വന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും പെട്ടെന്ന് തന്നെ ആൻസർ കമൻറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായിരിക്കും ഇൻ്റഗ്രൽ 3x² / 1 + x³? പെട്ടെന്ന് ആൻസർ കമൻറ്റ് ചെയ്തേ. ഇൻ്റഗ്രൽ 3x² / 1 + x³. ആൻസർ വരട്ടെ. പ്രഥമ ദൃഷ്ടിയെ പറയാലോ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ നിൽക്കുകയാണ്. ശരിയല്ലേ? ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയേ. ഡിനോമിനേറ്റർ 1 + x³ ആണ്. അത് ഡെറിവേറ്റീവ് എടുത്താൽ 0 + 3x², അതായത് 3x². ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ നിൽക്കുകയാണ്. സോ ദ ആൻസർ ഈസ് ലോഗ് ഡിനോമിനേറ്റർ. ലോഗ് 1 + x³ ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ലോഗ് 1 + x³. ഇത് സ്ഥിരമായിട്ട് കിട്ടുന്നതാണ്, എക്സാമിന് ഒരെണ്ണം ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അത് മിസ്സാക്കി കളയരുത്, കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. ഈ റിസൾട്ട് അറിയാത്തതിൻ്റെ പേരിലേ അത് കയ്യിൽ നിന്ന് വഴുതി പോകാൻ സാധ്യതയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. ഓക്കെ, അടുത്ത ചോദ്യം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഇത് ആൻസർ ചെയ്യുക കേട്ടോ. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻ്റഗ്രൽ log x² / x dx. ഇൻ്റഗ്രൽ log x² / x dx. എങ്ങനെയാണ് ചെയ്യുക? log xൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1/x ആ ചോദ്യത്തിൻ്റെ പരിസരത്ത് തന്നെ കിടപ്പുണ്ട്. ശരിയാണല്ലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? log xന് പകരം u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/x dx എന്തായി? dy. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലില്ല കേട്ടോ. എല്ലായിടത്തും അത് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ചെയ്തേ. ഇൻ്റഗ്രൽ log xന് u എന്ന് കൊടുക്കുക. സോ ദ ആൻസർ വിൽ ബിക്കം ദ ക്വസ്റ്റ്യൻ വിൽ ബിക്കം u². 1/x dx എന്നുള്ളത് du ആയി. ഓക്കെ, ഈ കാണുന്ന മുകളിലൊരു 1 ഉണ്ട് എന്തായാലും. ആ 1/xഉം dxഉം ഒക്കെ കൂടെ ചേർന്നിട്ട് എന്തായി? du ആയി. log xന് പകരം നിങ്ങൾ u കൊടുത്തു. ആ u അവിടെ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിങ്ങോട്ട് എഴുതുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. u² ഇൻ്റഗ്രൽ u³ / 3 + c. യുവിന് പകരം തിരിച്ചെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? യുവിന് പകരം log x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. log xൻ്റെ ക്യൂബ് / 3 + c. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ ബി log xൻ്റെ ക്യൂബ് / 3. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തോളൂ, പ്രീവിയസ്ലി വന്നിട്ടുള്ളതാണ്. ഇൻ്റഗ്രൽ 2x + 2 / √x² + 2x + 2. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ ന്യൂമറേറ്ററിലുണ്ട്. x² ഡെറിവേറ്റീവ് 2x ഉണ്ട്, 2xൻ്റെ ഡെറിവേറ്റീവ് 2 ഉണ്ട്, 2 + 2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ
ദ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്, പക്ഷേ ഡിനോമിനേറ്ററിന് ഒരു റൂട്ടും കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർത്ത് വെച്ചോളൂ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ ഇൻ്റഗ്രൽ നോട്ടായിട്ട് സൈഡിൽ എഴുതി വെച്ചോളൂ. ഇൻ്റഗ്രൽ സംതിങ് ഒരു എഫ് ഡാഷ് എക്സ് മുകളിലുണ്ട്, താഴെ റൂട്ടിനുള്ളിൽ എഫ് ഓഫ് എക്സ്. ഈ ഒരു ഫോർമാറ്റിൽ എപ്പോൾ ചോദ്യം വന്നാലും ആൻസർ 2 ടൈംസ് ഡിനോമിനേറ്റർ ആയിരിക്കും. 2 ടൈംസ് ഡിനോമിനേറ്റർ പ്ലസ് സി ആയിരിക്കും. ഓക്കെ, നോട്ട് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സെക്കൻഡിൽ ആൻസർ ആവും. വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വെച്ചിട്ട് പോകാം, കാരണം കുറച്ച് സമയം പോകുന്നേ ഉള്ളൂ. ഒരു സെക്കൻഡിൽ ആൻസർ എടുക്കാം. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിന് ഒരു റൂട്ടും കൂടി ഉണ്ടെങ്കിൽ ആൻസർ 2 ടൈംസ് ഡിനോമിനേറ്റർ. ആ ഫോർമാറ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെന്നുണ്ടെങ്കിൽ ആൻസർ 2 ഇൻറ്റു റൂട്ട് എഫ് ഓഫ് എക്സ് ആയിരിക്കും. നമുക്ക് ഒരു സെക്കൻഡിൽ ആൻസർ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം ഇങ്ങനത്തെ കുറച്ച് റിസൾട്ടുകൾ പഠിച്ചിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 2 ടൈംസ് ഡിനോമിനേറ്റർ ഓപ്ഷൻ സി ഇസ് കറക്റ്റ്. 2 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2. 2 ഇൻറ്റു ആ ഡിനോമിനേറ്റർ എന്താണോ ആസ് ഇറ്റ് ഈസ്, അതായിരിക്കും ആൻസർ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആ റൂട്ടിനുള്ളിലുള്ള ആളുടെ ഡെറിവേറ്റീവ് മുകളിലുള്ളത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്യരുത്. അതായത് ഉള്ളിലുള്ള ആളുടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 എന്നുള്ളത് 2x പ്ലസ് 2 ആയതിൻ്റെ പേരിലാണ് കേട്ടോ ഈ റിസൾട്ട് നമ്മൾ എടുത്തത്, അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. സോ ആൻസർ വിൽ ബിക്കം എന്താണ്? സി ആണ് ആൻസർ വരിക. ഇനി ഈ റിസൾട്ട് അറിയാത്ത ഒരാൾ എങ്ങനെ ചെയ്യും? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലാണ്ട് വേറെ വഴിയില്ല. എന്താണ് ചെയ്യുക? എന്തായാലും കൺവെൻഷണൽ മെത്തേഡും കൂടെ ചെയ്ത് കാണിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2ന് പകരം എന്ത് ചെയ്യും? ഒരു യു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുക? 2x പ്ലസ് 2 dx ഇസ് ഈക്വൽ ടു du എന്ന് വരും. അപ്പോൾ ആ ചോദ്യം എങ്ങനെ മാറും? 2x പ്ലസ് 2 dx എന്നുള്ളത് du ആവും. താഴെ റൂട്ടിനുള്ളിൽ എന്ത് വരും? u വരും അല്ലേ? dx ചേർന്നിട്ടാണ് du ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ 1 ബൈ റൂട്ട് യു എന്നുള്ളത് u റൈസ് ടു ഹാഫ് ആക്കും du. ഇൻ്റഗ്രൽ u റൈസ് ടു മൈനസ് ഹാഫ് ആക്കും du. എന്നിട്ട് എക്സ് റൈസ് ടു n ചെയ്യും. എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. u റൈസ് ടു മൈനസ് ഹാഫ് പ്ലസ് 1 ബൈ മൈനസ് ഹാഫ് പ്ലസ് 1 പ്ലസ് c. സോ ദിസ് ഈസ് ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കിട്ടും, കുറച്ച് സ്റ്റെപ്പ് വരുന്നുണ്ടല്ലോ, അതാണ് പറഞ്ഞത്. u റൈസ് ടു 1ൽ നിന്ന് ഹാഫ് കുറച്ച് ഹാഫ്, താഴെ 1ൽ നിന്ന് ഹാഫ് കുറച്ച് ഹാഫ് പ്ലസ് c. ഈ താഴെ ഹരിച്ചിട്ടുള്ള 2 മുകളിലേക്ക് പോകുമ്പോൾ 2 ടൈംസ് ആവും. 2 ഇൻറ്റു u റൈസ് ടു ഹാഫ് പ്ലസ് c. സോ 2 ഇൻറ്റു എന്താണ്? എനി നമ്പർ റൈസ് ടു ഹാഫ് ഈസ് എക്സ് റൈസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ആണ്. അതറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവർക്കും. എനി നമ്പർ റൈസ് ടു ഹാഫ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ, ദാറ്റ് വിൽ ബിക്കം റൂട്ട് യു പ്ലസ് സി എന്ന് വരും. ഓക്കെ, ഇനി യുവിന് പകരം തിരിച്ച് പഴയ വാല്യൂ റൂട്ട് ഓഫ് യുവിൻ്റെ വാല്യൂ എന്തായിരുന്നു? ആദ്യം നമ്മൾ ചൂസ് ചെയ്ത യു എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 ആയിരുന്നു. അതിങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 പ്ലസ് സി. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇങ്ങനെ ചെയ്താലും കിട്ടും. പക്ഷേ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ടൈം കൺസ്യൂമിങ് എന്തായാലും ഉണ്ട്. എന്തായാലും ഇത് ചെയ്തെടുക്കണമല്ലോ. അതിനോടൊപ്പം തന്നെ ഈ മൈനസ് ഹാഫും പ്ലസ് ഹാഫും ഒക്കെ കൂട്ടി കുറച്ച് ഹരിച്ച് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് ആ ഒരു എക്സാമിനേഷൻ ടെൻഷൻ സിനാരിയോയിൽ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നതാണ് ബുദ്ധി? ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. ടൈമാണല്ലോ എല്ലാം. ഓക്കെ, ഈ ഒരു ഫോർമാറ്റ് എല്ലാവരും പഠിച്ചു വെച്ചോളൂ. പഠിച്ചാൽ ഗുണം എന്താണോ? ഒരു സെക്കൻഡിൽ ആൻസർ ആയില്ലേ? എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടാൻ പോകുന്നത്? ഒരു സെക്കൻഡിൽ ആൻസർ ആയില്ലേ? ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ റൂട്ടിനുള്ളിൽ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ 2 ടൈംസ് ഡിനോമിനേറ്റർ കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് ഡി എക്സ്. 2 ടൈംസ് ഡിനോമിനേറ്റർ അല്ലേ? ഡിനോമിനേറ്ററിന് റൂട്ടിനുള്ളിൽ കിടക്കുന്ന സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് അല്ലേ? അത് ന്യൂമറേറ്ററിലുണ്ട്. അപ്പോൾ ആൻസർ എന്താണ് വരിക? 2 ടൈംസ് ഡിനോമിനേറ്റർ, അതായത് 2 ടൈംസ് റൂട്ട് സൈൻ എക്സ് പ്ലസ് സി.
2 ഇൻറ്റു റൂട്ട് സൈൻ എക്സ് പ്ലസ് സി ആണ് ആൻസർ വരിക. അതേപോലെ സിമിലർലി അവർക്ക് എങ്ങനെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ടാൻ എക്സ് ഡി എക്സ്, ഇത് പി വൈ ക്യു ആണ്. അതിൻ്റെ ആൻസർ എന്താണ് വരിക? 2 ഇൻറ്റു റൂട്ട് ടാൻ എക്സ് പ്ലസ് സി. കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റൻ ആണ്. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ബൈ റൂട്ട് ടാൻ എക്സ് ഡി എക്സ് എന്നുള്ളത് എന്താണ്? 2 ഇൻറ്റു റൂട്ട് ടാൻ എക്സ് പ്ലസ് സി. ഓക്കെ, സെറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറൻഷ്യേഷനകത്ത് പ്രോഡക്റ്റ് റൂൾ നമുക്കറിയാം അല്ലേ? പ്രോഡക്റ്റ് റൂൾ ഇൻ ഡിഫറൻഷ്യേഷൻ നമുക്കറിയാം. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷനകത്തുള്ള പ്രോഡക്റ്റ് റൂളിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ദ പ്രോഡക്റ്റ് റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ. എന്താണ്? പ്രോഡക്റ്റ് റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷനകത്തുള്ള പ്രോഡക്റ്റ് റൂളാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ റൂള് പഠിക്കാം. നമ്മൾ ഡിഫറൻഷ്യേഷനകത്തെ പ്രോഡക്റ്റ് റൂൾ എളുപ്പമാണ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അവിടെ കൊണ്ട് പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇൻ്റഗ്രേഷനകത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോളൂ കേട്ടോ. ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഡി എക്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചെയ്യേണ്ടി വരുന്നതാണ് എക്സാമിനൊക്കെ. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ആ ഇവിടെ തുറന്ന് നമ്മൾ മൈനസിന് ശേഷം ഉണ്ടായിരുന്ന ആ ഇൻ്റഗ്രലിൻ്റെ ഡി എക്സ് ഇവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ആ റിസൾട്ട് വരിക. എഴുതുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി എഴുതിക്കോണേ. ആ ബ്രാക്കറ്റിനൊക്കെ മീനിങ് ഉള്ളതാണ്. അത് മാറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അർത്ഥം മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നോക്കി എഴുതുമ്പോൾ നല്ല വൃത്തിക്ക് നോക്കി എഴുതാം. പറഞ്ഞു പഠിക്കുന്നത് ഞാൻ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞ് പഠിച്ചാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എഴുതാം. റിസൾട്ട് എഴുതുമ്പം അതിൻ്റെതായ രീതിയിൽ തന്നെ എഴുതിയിടുക. ഓക്കെ, റിസൾട്ട് ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇത്രയും പറഞ്ഞാൽ മതി. ഇത്രേ ഉള്ളൂ, സംഭവം ഇത്രേ ഉള്ളൂ. പക്ഷെ അത് കറക്റ്റായിട്ട് പറഞ്ഞ് പഠിച്ചോണം. ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. പതുക്കെ എന്ന് പറഞ്ഞേ. ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. പറഞ്ഞു പഠിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. പ്രൊഡക്റ്റ് റൂൾ ഇച്ചിരി എളുപ്പമായിട്ട് കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഡിഫറൻഷ്യേഷൻ്റെ കേസിൽ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഇച്ചിരിയെങ്കിലും പണിയാറുണ്ടേ. ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. രണ്ടിടത്തും കോമൺ ആയിട്ട് എന്തുണ്ടെന്ന് ഓർക്കുക. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പഠിച്ചോട്ടെ, എല്ലാവരും പഠിച്ചു വെച്ചോളൂ. പല ക്വസ്റ്റ്യൻസും ഇവിടുന്ന് ചോദിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം പഠിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ. ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷനും ഇൻ്റഗ്രേഷൻ ബൈ സം സ്പെഷ്യൽ ഇക്വേഷൻസും ഒക്കെ അധികമായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഞാൻ ആദ്യമേ അങ്ങ് പഠിപ്പിക്കുകയാണ്. എങ്കിലും മറ്റേത് റയറായിട്ടെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ആ സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒബ്വിയസ്ലി എനിക്കത് പഠിപ്പിച്ചേ പറ്റുള്ളൂ, സിലബസിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട്. സോ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുക. ഒരു ചാൻസ് എടുക്കാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. കാരണം അങ്ങനെ ചാൻസ് എടുക്കുന്നവരുടെ ഇടയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും മുൻതൂക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ നോക്കാം. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൂസ് ചെയ്യുന്നിടത്ത്
നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാ ക്വസ്റ്റ്യനും പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ ഡിഫറൻഷിയേഷനകത്ത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ദാറ്റ്സ് എനഫ്. അത് മാത്രം മതിയാവും. അത് ഫസ്റ്റും സെക്കൻഡും നിങ്ങൾ ഏത് ചൂസ് ചെയ്താലും ദാറ്റ് ഡസൻ മാറ്റർ ഡെറിവേറ്റീവിൻ്റെ സ്ഥലത്ത്. പക്ഷേ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫസ്റ്റും സെക്കൻഡും ചൂസ് ചെയ്യുന്നിടത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ചുമ്മാ കയറി ഇപ്പോൾ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വരുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എക്സ്, ഇത് തിരിഞ്ഞു വന്നു എന്ന് വിചാരിച്ചോളൂ, ഇൻ്റഗ്രൽ എക്സ് ലോഗ് എക്സ് എന്ന് വന്നു എന്ന് വിചാരിച്ചോളൂ, ഡി എക്സ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ ആദ്യം കിടക്കുന്ന ആൾ ഫസ്റ്റ്, രണ്ടാമത് കിടക്കുന്ന ആൾ സെക്കൻഡ്. ഇനി ആ റിസൾട്ട് അങ്ങ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ തുടങ്ങും, എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ലോഗ് എക്സ്. ഇവിടെ ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എല്ലാവരും 1/x എന്ന് എഴുതും. അത് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ഇൻ്റഗ്രൽ അല്ല. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/x. ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടില്ല, അത് പഠിക്കുന്നത് ഈ മെത്തേഡിൽ നിന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ കയറി, പക്ഷേ നമ്മൾ ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് ആദ്യമേ ലോഗ് എക്സ്, ഇതിനെ സെയിം സാധനം എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ലോഗ് എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. എന്നിട്ട് ഫസ്റ്റ് ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ്, എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ x²/2 അറിയാം, ശരിയല്ലേ? ഇങ്ങനെ ഇൻ്റഗ്രൽ അറിയാം എന്നതുകൊണ്ട് ഞാൻ തിരിച്ചിട്ടു എന്ന രീതിയിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചെടുക്കരുത്. അത് ചൂസിങ്ങിനൊരു റൂളുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൂസ് ചെയ്യാനായിട്ട് ഒരു നിയമമുണ്ട്. നിങ്ങൾ കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ദാറ്റ് റൂൾ ഈസ് കോൾഡ് ഐലേറ്റ് പ്രിൻസിപ്പിൾ. ഐലേറ്റ് ഒക്കെ കേട്ടിട്ടുള്ളവരുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എൻട്രൻസ് ഒക്കെ പഠിച്ചവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും. CBSE സ്കൂളിൽ പഠിച്ചു വന്നവർ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും. CBSE പഠിച്ചു വന്നവർ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും. സ്റ്റേറ്റ് സിലബസിൽ നിന്ന് വന്നവർ അധികം കേൾക്കാൻ ചാൻസ് ഇല്ല. ഐലേറ്റ് എന്തായാലും എൻജിനീയറിങ്ങിനകത്ത് ഇത് പഠിക്കാനുണ്ടായിരുന്നു. എൻജിനീയറിങ്ങിന് പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. എങ്ങനെയൊക്കെയാണ് കയറിപ്പോയെന്ന് ദൈവത്തിന് നിങ്ങൾക്കും അറിയാമല്ലേ. പക്ഷെ +2 നമ്മൾ പഠിക്കുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പഠിക്കാറുണ്ടായിരുന്നല്ലോ അല്ലേ. അന്നേരം നിങ്ങൾക്ക് ഇതൊക്കെ +2 ടോപ്പിക്കാണ് കേട്ടോ, പക്കാ +2 ടോപ്പിക്കാണ്. ഐലേറ്റ് ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ അറിയാവോ? എന്താണ് ഐലേറ്റ് എന്ന് പറഞ്ഞാൽ? ഐലേറ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൂസ് ചെയ്യുക. ഐലേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, ലോഗരിതമിക്, A means algebraic, T means trigonometric, E means exponential. ഈ ഓർഡറിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാൻ, ഫസ്റ്റും സെക്കൻഡും ചൂസ് ചെയ്യാൻ കേട്ടോ. ദ ഓർഡർ ഓഫ് ചൂസിങ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. നമ്മൾ ബോർഡ് മാസ് എന്നുള്ള റൂൾ കേട്ടിട്ടില്ലേ? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. അതേപോലെ തന്നെ അതെന്താണ്, മാത്തമാറ്റിക്സിൽ ഓപ്പറേഷൻസ് ചെയ്യേണ്ട മുൻഗണനാ ക്രമമാണ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിനകത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൂസ് ചെയ്യുന്ന മുൻഗണനാ ക്രമമാണ് ഐലേറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, ലോഗരിതമിക്, ഓൾജിബ്രായിക്, ട്രിഗണോമെട്രിക്, എക്സ്പോണൻഷ്യൽ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, സോറി എക്സ് ലോഗ് എക്സ് അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എക്സ് ലോഗ് എക്സ് അല്ലായിരുന്നു. ഇൻ്റഗ്രൽ എക്സ് ലോഗ് എക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്കിത് നേരെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മനസ്സിൽ പറയും. ഐലേറ്റ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, ഇവിടെ ഒന്നും കാണുന്നില്ല. ലോഗരിതമിക്, ലോഗരിതം ഉണ്ട്, അവനാണ് മുൻഗണന. അപ്പോൾ ലോഗ് എക്സിനെ ഞാൻ പിടിച്ച് ആദ്യം ഇട്ടു, പിന്നെ ബാക്കി ആരാണോ അവനെ പിടിച്ച് രണ്ടാമതാക്കിക്കോണം. ഓക്കെ, വേണമെങ്കിൽ പറഞ്ഞു നോക്കാം. ലോഗരിതം കഴിഞ്ഞാൽ ഓൾജിബ്രായിക്, എക്സ് ഈസ് ഓൾജിബ്രായിക്, അവൻ മൂന്നാമത് മുൻഗണനാക്രമം. പിടികിട്ടിയോ? ഇങ്ങനെ തിരിച്ചിട്ടിട്ടേ ചെയ്യാവുള്ളൂ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പ്രോഡക്റ്റ് റൂൾ എടുക്കുമ്പോൾ പ്രശ്നമില്ല.
എക്സ് ലോഗ് എക്സ് ആണെങ്കിലും ലോഗ് എക്സ് ഇൻറ്റു എക്സ് ആണെങ്കിലും പ്രോഡക്റ്റ് റൂൾ ഈസ് ഓൾവേസ് സെയിം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. എങ്ങനെ ഏതായാലും ഒരേ ഉത്തരമാണ് കിട്ടുക. മറ്റേത് മുന്നോട്ട് പോകാൻ പോലും പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത ഫസ്റ്റും സെക്കൻഡും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൽ വരുന്ന ഡിസഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അവസാനം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ സൊല്യൂഷൻ അവസാനിപ്പിക്കാൻ പറ്റില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് ഒരു ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും പലപ്പോഴും. അതുകൊണ്ട് ഈ നിയമപ്രകാരം മാത്രം എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. സെറ്റല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻ്റഗ്രൽ എക്സ് ലോഗ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ എക്സ് ലോഗ് എക്സ് ഡി എക്സ്. ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സ് ലോഗ് എക്സ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? തിരിക്കണം അല്ലേ? ലോഗ് എക്സ് ഇൻറ്റു എക്സ് എന്നാക്കണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാം ഫസ്റ്റ് ഇൻറ്റു, മനസ്സിൽ പറഞ്ഞ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന പോലെ മനസ്സിൽ പറഞ്ഞ് നിങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ലോഗ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 dx. ഓക്കെ, സോ എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് ഞാൻ ആദ്യം എഴുതി. അങ്ങനെ വരുന്നൊരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. ഫ്രം ദാറ്റ് ഓൺലി ഐ കൺഫേം ദ ആൻസർ. മൈനസ് എങ്കിലും ബാക്കി ചെയ്യാം. 1/2 എഴുതി, ഒരു എക്സും സ്ക്വയറും വെട്ടി, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് വരും ബാക്കി. സോ എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് മൈനസ് 1/2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ അഗെയിൻ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. സോ എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 4 പ്ലസ് സി. സോ ഓപ്ഷൻ ഡി ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി. ഓക്കെ ആണോ? അടുത്ത നോക്കാം. ഇൻ്റഗ്രൽ ലോഗ് എക്സ്. ലോഗ് എക്സ് ഇൻ്റഗ്രൽ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 അല്ലെങ്കിൽ എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ്. അതാണ് ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ കേട്ടോ. അത് പാർട്സിൽ നിന്നാണ് എടുക്കേണ്ടത്. ഒരു സെക്കൻഡിൽ ഇത് മനസ്സിലുണ്ടാവണം. ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഒരു സെക്കൻഡിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 ആണ്, കാണാണ്ട് പഠിച്ചു വെക്കേണ്ട ഇൻ്റഗ്രലാണ് കേട്ടോ. പലരും വിചാരിക്കും 1/x കാണുന്നില്ലല്ലോ. തിരിഞ്ഞു വരുത് കേട്ടോ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/x. നമ്മളോട് ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രലാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹൈലൈറ്റ് വെച്ചിട്ടാണ് ഇത് ആക്ച്വലി ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇതിനെ ഞാൻ ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് എഴുതാം അല്ലേ? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്ക് ലോഗരിതമിക് കഴിഞ്ഞ് ഓൾജിബ്രായിക്ക്. 1നെ 1 റൈസ് എന്താണ് എക്സ് റൈസ് ടു 0 എന്ന് എഴുതാം 1നെ. സോ ദാറ്റ് വിൽ ബിക്കം ആൻ ഓൾജിബ്രായിക്ക് ഫോർമാറ്റ്. ഡി എക്സ് ചെയ്യാം. ഇനി ചെയ്യാം, പാർട്സ് ചെയ്യാം. എന്താണ് വരിക? ഫസ്റ്റ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ്. ഓക്കെ, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. ഇവിടെ എക്സ് എക്സ് വെട്ടി. സോ ബാക്കി എന്താണ് വരിക? ബാക്കി വരിക എക്സ് ലോഗ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 dx ആണ്, 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ് പ്ലസ് സി. ആ എക്സ് ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്താൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 എന്ന് വരും പ്ലസ് സി. അതാണ് ആൻസർ വരിക ഓപ്ഷൻ ബി അല്ലേ? എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 പ്ലസ് സി ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അത് കാണാണ്ട് ഓർത്തിരിക്കുകയും ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 ആണ്. വാട്ട് ഈസ് ഇൻ്റഗ്രൽ ലോഗ് എക്സ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ് വരിക? എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്ത് പറയണേ. ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്.
ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, ലോഗരിതമിക്, എക്സ്പോണൻഷ്യൽ, ഓൾജിബ്രൈക്ക്, ട്രിഗണോമെട്രിക്, എക്സ്പോണൻഷ്യൽ. സോ ഓൾജിബ്രൈക്ക് കഴിഞ്ഞിട്ടാണ് ട്രിഗണോമെട്രിക്ക് വരിക. സോ ദിസ് ഈസ് ഇൻ കറക്റ്റ് ഓർഡർ. അതിനകത്ത് ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയൊന്നും ചെയ്യേണ്ട. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ് പ്ലസ് സി. സോ എക്സ് ഇൻറ്റു ടാൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ടാൻ എക്സ്, ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് സീക്ക് എക്സ് പ്ലസ് സി. സോ എക്സ് ടാൻ എക്സ് മൈനസ് ലോഗ് സീക്ക് എക്സ്, എക്സ് ടാൻ എക്സ് മൈനസ് ലോഗ് സീക്ക് എക്സ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ മോഡിഫൈ ചെയ്യേണ്ടി വരും. എക്സ് ടാൻ എക്സ് മൈനസ് ലോഗ് സീക്ക് എക്സിനെ 1 കോസ് എക്സ് എന്നാക്കുക പ്ലസ് സി. സോ എക്സ് ടാൻ എക്സ് മൈനസ് ലോഗ് 1 കോസ് എക്സ് എന്നുള്ളത് കോസ് എക്സ് റൈസ് ടു -1 എന്നാക്കാം പ്ലസ് സി. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ടാൻ എക്സ്. ഇനി ലോഗ് എ റൈസ് ടു എൻ എന്താണ് റിസൾട്ട്? ലോഗ് എ റൈസ് ടു എൻ എന്നുള്ളത് എൻ ലോഗ് എ ആണ്, ശരിയല്ലേ? അത് പ്രകാരം മൈനസ് താഴെ ഇറങ്ങും. മൈനസ് താഴെ ഇറങ്ങി ലോഗ് കോസ് എക്സ് പ്ലസ് സി. ഇനി ആ രണ്ട് മൈനസ് ചേർത്തിട്ട് പ്ലസ് ആക്കിയാൽ മതി. എക്സ് ടാൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് പ്ലസ് സി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. എക്സ് ടാൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് പ്ലസ് സി. എക്സ് ടാൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് പ്ലസ് സി ആണ് ആൻസർ വരിക. നേരിട്ട് അങ്ങോട്ട് പിടി തന്നില്ല അവന്മാർ. അല്ലാണ്ട് തന്നെ നമ്മൾ രണ്ട് റിസൾട്ടുകൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ലോഗ് സീക്ക് എക്സിൻ്റെ കൂടെ തന്നെ ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ലോഗ് കോസ് എക്സ് എന്നുള്ള റിസൾട്ടും പഠിക്കുന്നുണ്ടായിരുന്നു. രണ്ടും കാണാണ്ട് പഠിച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. രണ്ട് സ്റ്റെപ്പ് ചെയ്യുന്ന സമയം ലാഭിക്കാം. ഓക്കെ, ഞാൻ ആദ്യമേ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ റിസൾട്ടിൽ അതുണ്ട്. നമ്മുടെ റിസൾട്ടിൽ അത് വരുന്നുണ്ടായിരുന്നു അല്ലേ? നോക്കട്ടെ. യെസ്, ഹിയർ ഇവിടെ ഉണ്ട് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ. ഞാനിപ്പോൾ റൗണ്ട് വരയ്ക്കുന്നുണ്ടോ? മൈനസ് ലോഗ് കോസ് എക്സ് എന്നുള്ള റിസൾട്ടും ഉണ്ട്. അത് ഓർത്തിരിക്കാന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ ആൻസറായി. രണ്ട് മൈനസുകൾ ചേർത്തിട്ട് എന്താക്കിയാൽ മതി? പ്ലസ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ അത് ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടതാണ്. നോക്കാം. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എ ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ വരിക ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നാണ് ആൻസർ വരിക. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ് വരിക? ഇ റൈസ് ടു എക്സ് ഇൻറ്റു, ഇത് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ആ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ആൻസർ വരിക. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇ റൈസ് ടു എക്സ് ഇവിടെ ഉണ്ടാവണം കേട്ടോ, അത് നോക്കിക്കോണേ. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1/x ഡി എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/x. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ആരാണ്? ലോഗ് എക്സ് പ്ലസ് സി. ഓക്കെ ആണല്ലോ. അടുത്ത എക്സാമ്പിൾ, ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. നോക്കിക്കേ, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ആരാണ്? ടാൻ എക്സ് പ്ലസ് സി. കിട്ടിയോ? മൂന്നാമത്തെ, ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോട്ടെക്സ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ്. എന്താണ് വരിക? കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അപ്പോൾ ആൻസർ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോട്ടെക്സ് പ്ലസ് സി. ആൻസർ എന്താണ് വരിക? ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോട്ടെക്സ് പ്ലസ് സി.
അടുത്ത നാലാമത്തെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. റിസൾട്ടൊക്കെ കറക്റ്റാണ്, പക്ഷെ തിരിച്ചു തന്നേ ഉള്ളൂ. നോക്കിക്കേ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ആൻസർ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇവിടെ കോസ് എക്സ് ആണ് പ്ലസ് സി. ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സി. ഇത് തിരിച്ചു എഴുതാലോ, ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സിനെ എഫ് ഡാഷ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് വേണമെങ്കിലും എഴുതാലോ. അത് തിരിഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ എഗെയിൻ ആൻസർ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും. ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് തന്നെയാണ് ശ്രീലാലെ, പക്ഷെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ എക്സ് ഇപ്പുറത്ത് കിടക്കുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ളത് കോസ് എക്സ് ആണ്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നാണ് ആൻസർ വരിക കേട്ടോ. അങ്ങനെയാണ് തിരിഞ്ഞു വരുന്ന ഒരെണ്ണം കൂടെ നോക്കിയാലോ. 4 എക്സാമ്പിളായി അല്ലേ. അഞ്ചാമത്തെ എക്സാമ്പിൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് ഡി എക്സ്. ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് ഡി എക്സ്. എന്താണ് ആൻസർ വരിക? ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇപ്പുറത്ത് കിടപ്പില്ലേ. ഈ കാണുന്ന റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? 1/2 റൂട്ട് എക്സ്. ശരിയാണല്ലോ, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/2 റൂട്ട് എക്സ്. യെസ്, ഏഞ്ചലിനും കറക്റ്റാണ്. അതായത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് സി ആണ് ആൻസർ വരിക. ഇ റൈസ് ടു എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഓപ്ഷനാന്ന് പറഞ്ഞേ? ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1/x മൈനസ് 1/x². ഏതാ ഓപ്ഷൻ? പെട്ടെന്ന് പറയാമോ? 1/xൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് 1/x². സോ ദ ആൻസർ ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1/x പ്ലസ് സി. അതായത് ഇ റൈസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് സി. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഇ റൈസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് സി. സെറ്റാണ്. ഇത് ഈസി ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഇത്ര നിൽക്കട്ടെ.